പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും നമ്മളെല്ലാവരും ഒരേ കുടുംബമായി ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവായ ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഏകപുത്രനെ തന്നെ നമുക്ക് നൽകിയതും. ആ പുത്രനും തൻ്റെ പിതാവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് ജീവിച്ചു കാണിക്കുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനായി ആ ദൈവം നമ്മെ വിളിക്കുകയാണ്. പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാം. നമുക്ക് ആശ്രയം യേശുക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന ആ ദൈവവചനത്തിനനുസൃതമായി നമുക്ക് ജീവിക്കാം. കർത്താവിൽ ആശ്രയിക്കാം. എല്ലാവിധ വേദനകളിൽ നിന്നും, എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും, എല്ലാവിധ പരാജയങ്ങളിൽ നിന്നും നമ്മെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അനുഗ്രഹവും ആശീർവാദവും ഈ ബലിയിലൂടെ ലഭ്യമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ബലിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രിയമുള്ളവരെ, കണ്ണുകളടച്ച് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. ആയിരിക്കുന്ന അവസ്ഥയെ തമ്പുരാന് നൽകാം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിച്ചു പോയ അവസരങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് മനസ്തപിച്ച് മാപ്പ് പറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനെ. സർവ്വശക്തനാം ദൈവമേ താരനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ
ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുവൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു നാരികനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉദ്ധിതനായ കർത്താവിൻ്റെ മഹിമയ്ക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിൻ്റെ ഈ ദിനങ്ങൾ ഭക്തിതീഷ്ണതയോടെ ആഘോഷിക്കുന്നതിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിൻ്റെ സ്മരണയാ ഞങ്ങൾ ആചരിക്കുന്നത് പ്രവൃത്തിയിലും എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ യേശു ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരെല്ലാവരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ.
അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്നും എടുത്തു കളഞ്ഞില്ല. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 3 ദൈവവചനങ്ങൾ 15 മുതൽ 18 വരെ. പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നത് എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കേണ്ടത്. യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആണ് ജീവിതത്തിൽ ലഭിക്കുന്നത് എന്നീ കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് അവിടുന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എന്നത് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടയാളം. അതല്ലാതെ മറ്റൊന്നുമല്ല. വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥന ഉരുവിട്ടത് കൊണ്ടോ അല്ല സ്നേഹം പൂർത്തിയാകുന്നത്, മറിച്ച് അവിടുത്തെ കൽപ്പന പാലിക്കുന്നതിലൂടെയാണ് യേശുവിനെ നാം
എൻ്റെ കൽപ്പന പാലിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനയെന്ന് നമ്മൾ അറിയണം. കർത്താവ് നൽകിയിരിക്കുന്ന ആത്യന്തികമായിട്ടുള്ള കൽപ്പനയെന്ന് പറഞ്ഞാൽ എല്ലാ കൽപ്പനകളുടെ അടിസ്ഥാനമായ സ്നേഹം തന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. രണ്ട് കാര്യങ്ങളാണ്. എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഇതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് അവിടുന്ന് പറയുന്നു. അതായത് സ്നേഹമാണ് എല്ലാ കൽപ്പനകളുടെയും അടിസ്ഥാനം. ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്ന്. ഈ സ്നേഹമില്ലാതെ ഉള്ള എല്ലാ പ്രദർശനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും അതിൽ തന്നെ വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ കാണുന്നത് സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിനക്ക് പ്രവചനപരമുണ്ടായിരുന്നാലും മലകളെ മാറ്റാൻ തക്കവിധം വിശ്വാസമുണ്ടായിരുന്നാലും സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. നീ മുഴങ്ങുന്ന ചേങ്കിലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിത്തീരുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള സ്നേഹം, രണ്ടാമതായിട്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം, മൂന്നാമതായിട്ട് നമ്മോട് തന്നെയുള്ള ഒരു സ്നേഹം. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. യേശു സ്നേഹത്തെ നിർവചിക്കുന്നത് തൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ്. അവിടുന്ന് പറയുന്നു, എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ ജീവൻ കൊടുക്കുന്നതാണ് സ്നേഹമെന്ന്. സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു സാക്രിഫൈസാണ്. അപരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ആണ് അവിടുന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളം എന്നത്. നമുക്ക് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സ്നേഹിക്കാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ അനിവാര്യമായ വിധത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് സ്നേഹത്തിൻ്റെ പ്രകടനം. സംസ്കൃതത്തിൽ തന്നെ പറയുന്നത് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ദ ഫ്രണ്ട് ഇൻ ഡീഡ്. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് സ്നേഹിതൻ എന്ന് പറയാറുണ്ട്. ഇത് പ്രശംസ കൊണ്ട് മൂടുന്നവനല്ല സ്നേഹിതൻ. അവൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അതിനു വേണ്ടിയിട്ട് അവൻ ജീവൻ പോലും അപരന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകും. വിശുദ്ധരിൽ അപരന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ് മാക്സിമിലിയൻ കോൾബെ എന്നുള്ള വിശുദ്ധൻ. അദ്ദേഹം തടവറയിലായിരുന്ന സമയത്താണ് ഒരു കള്ളൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ആ സമയത്ത് അധികാരികൾ തീരുമാനിക്കുകയാണ് 10 പേരെ ഇദ്ദേഹം രക്ഷപ്പെട്ടതുകൊണ്ട് 10 പേരെ കൊല്ലും എന്നൊരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളെ കുടുംബവും മക്കളും ഒക്കെയുള്ള ഒരാളുണ്ട്. അയാളെ ഈ വിശുദ്ധന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ക്ഷയരോഗിയായിരുന്നു വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. അപ്പോൾ ഇതാണ് സ്നേഹത്തിൻ്റെ ഒരു മാനദണ്ഡം. സർവവും മറന്നുകൊണ്ട് അപരനെ സ്നേഹിക്കുവാനായിട്ട്, അപരന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ, അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്. അപ്പോൾ ഈ ജീവൻ കൊടുക്കുന്ന ഒരു സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് കാൽവരിയിൽ നമുക്ക് കാണിച്ചു തന്നത് ജീവൻ കൊടുക്കുന്ന ഒരു സ്നേഹമാണ്. ആ ഒരു സ്നേഹം നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കുക. നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ആ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഉത്തരം പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് വിശുദ്ധരെ രക്തസാക്ഷികളായി വാഴ്ത്തുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ്, അദ്ദേഹം ധീരരക്തസാക്ഷിയായി ക്രിസ്തുവിന് വേണ്ടി വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തെ നാം നമ്മുടെ ഭക്തകർമ്മങ്ങളിൽ വാഴ്ത്താറുണ്ട്. പക്ഷേ നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നിനക്ക് വേണ്ടി മരിച്ച, നിന്നെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിന് വേണ്ടി നിനക്കൊരവസരം ഉണ്ടാവുകയാണ് മരിക്കാനായിട്ട്. ആ സാഹചര്യം അങ്ങനെയായി തീരുകയാണ്. നീ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നീ വധിക്കപ്പെടുമെന്നുള്ള സാഹചര്യം ഉണ്ടായാൽ നിനക്ക് നിൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ?
അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്നേഹം വ്യർത്ഥമാണ്. അങ്ങനെ ഒരു മനോഭാവം എന്നിൽ വളർന്നിട്ടില്ലെങ്കിൽ എൻ്റെ സ്നേഹം സ്വാർത്ഥമാണ്. എന്നിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്നേഹം മാത്രമേ എനിക്കുള്ളൂ, അതിനപ്പുറമായിട്ട് ഞാൻ വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൂടി നാം ചിന്തിക്കണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ടുള്ളത് അപരനോടുള്ള സ്നേഹം, സഹോദരനോടുള്ള സ്നേഹം. നാം ഇപ്പോൾ കണ്ടതുപോലെ ആ വിശുദ്ധൻ അപരനോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം. ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും കൊടുക്കാനായിട്ട് കഴിയുന്നവനായിരിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ കൊടുക്കണം. അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കണം. ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ എന്നല്ല, ജീവൻ കൊടുത്ത് സ്നേഹിക്കുക എന്നുള്ളതാണ്. അവൻ്റെ അല്ലെങ്കിൽ അപരൻ്റെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും. ആ ഒരു മനോഭാവത്തിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായൊരു സംതൃപ്തി ജീവിതത്തിൽ വരുന്നത്. ഒരു പൂർണ്ണതയും ഒരു ഫലദായകവുമായൊരു അവസ്ഥ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജീവൻ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്ന ഓരോ കുടുംബങ്ങളായിട്ട് നമ്മൾ മാറുമെങ്കിൽ നമ്മുടെ ഓരോ കുടുംബവും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിളനിലമായി മാറും. എത്ര കുടുംബങ്ങളിൽ ഇന്ന് ആത്മാർത്ഥതയുള്ള സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. പുറത്തെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ധാരാളം ദമ്പതികളുണ്ട്. അവരുടെ കുടുംബത്തിൽ അവർ ആ പടി കടന്ന് ആ വാതിൽ അടച്ചു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നത് അവരുടെ മക്കൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. പുറം ലോകം കാണാൻ വേണ്ടിയിട്ട് പരസ്പരം പ്രണയത്തിലായിരിക്കുന്ന ഒരു വ്യർത്ഥമായ ഒരു ജീവിതമല്ല വൈവാഹിക ബന്ധം. ഉള്ളിലും പുറമേയും ഒരുപോലെ സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പരം പങ്കുവച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ആരംഭിക്കുന്ന ഒരു ജീവിതമാണ്. അത് ഓർത്തുകൊണ്ട് പരസ്പരം ഐക്യപ്പെട്ട് ഒന്നായി ജീവിക്കുക. ആരും ആർക്കും താഴെയല്ല, ആരും ആരുടെയും അടിമയല്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ കുടുംബം ഒരു സ്വർഗമായി മാറുന്നു. സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായി അവിടെ മാറുന്നു. മക്കൾ, ഓരോ മാതാപിതാക്കളും, ഒരുപാട് മാതാപിതാക്കൾ അറിയാം, മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള മാതാപിതാക്കൾ അറിയാം, ജീവൻ കൊടുത്തുപോലെ അവരെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അറിയാം. നമ്മുടെ തന്നെ മാതാപിതാക്കൾ അങ്ങനെയാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം പോലും പല സമയങ്ങളിൽ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജീവിച്ച എത്രയോ അമ്മമാർ ഈ ചരിത്രത്തിലുണ്ട്, എത്രയോ അപ്പന്മാരുണ്ട്. വയ്യെങ്കിലും അധ്വാനിക്കാൻ പോയി, മക്കളെ ഓർത്തുകൊണ്ട് അധ്വാനിക്കാൻ പോയി പാടുപെട്ട് വരുന്ന എത്രയോ അപ്പന്മാരുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ അവസാനം നോക്കുമ്പോൾ ഈ മക്കളാരും അവരെ നോക്കാൻ കാണില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നുമുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കയ്യിലല്ല. കാലം മാറും, മക്കൾ മാറും. പക്ഷെ നമ്മൾ ആ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക. പക്ഷേ എന്നെങ്കിലും ഈ വഴി തള്ളിക്കളയുന്ന മക്കൾ ഒരിക്കൽ സത്യം തിരിച്ചറിഞ്ഞ് സ്നേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന കാര്യം മറക്കണ്ട. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കർത്താവ് അനുതാപം കൊടുക്കും. പക്ഷേ നമുക്ക് ദാനമായി തന്ന മക്കളെ ഏറ്റവും അധികമായിട്ട് നമ്മൾ സ്നേഹിക്കുക, നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ മക്കൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ വലിയ സമ്പത്താണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിലും വരും കാലയളവിൽ നിങ്ങൾക്ക് തിരിച്ചറിയും. അവരെ സ്നേഹിക്കാതെ പോകുന്ന ഓരോ നിമിഷത്തെ ഓർത്ത് പിന്നീട് നിങ്ങൾക്ക് കരയേണ്ടി വരും. അതിന് അവസരമുണ്ടാകാതെ അവരായിരിക്കുന്ന സമയത്ത്, അവരോടൊപ്പമായിരിക്കുന്ന ഈ സമയത്ത് തന്നെ ആത്മാർത്ഥമായി അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നൽകാവുന്ന സന്തോഷമൊക്കെ നൽകിക്കൊണ്ട് വളരെ സമാധാനത്തോടും കുടുംബജീവിതം ആഘോഷമാക്കി മാറ്റാം, സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാക്കി മാറ്റാം. ഇതിനെല്ലാം നമുക്ക് സാധിക്കണമെങ്കിൽ മൂന്നാമതായിട്ട് നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം, അതാണ് മറ്റുള്ളവനോട് തന്നെപ്പോലെ തന്നെ മറ്റുള്ളവനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ളവനെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്വയമേ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കുക. ഞാനെന്ന വ്യക്തി
വെറുമൊരു പരാജയമാണ്, വെറുമൊരു മോശപ്പെട്ടവനാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആർക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. സെൽഫ് എസ്റ്റീം ഉള്ള, സ്വയം അവബോധമുള്ള, സ്വന്തമായി നല്ലൊരു ചിന്താഗതിയുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കൂ. അങ്ങനെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായി മാറുമ്പോഴാണ് നമ്മൾ കൽപ്പന അനുസരിക്കുന്നതായി മാറുന്നത്. അങ്ങനെ കൽപ്പന അനുസരിക്കുമ്പോൾ കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് എന്ന് പറയും. ഇതൊന്നുമില്ലാതെ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ജപമാല ചൊല്ലിയിട്ടും കുർബാന ഒരുപാട് കണ്ടിട്ടൊക്കെ അതിലൊക്കെ അർത്ഥമുണ്ടാകുന്നത് നമ്മളിങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കർത്താവ് പറയും, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കർത്താവേ കർത്താവേ എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല എന്നേ പറയുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹ ചൈതന്യമില്ലെങ്കിൽ പിന്നെ നിൻ്റെ നിലവിളികൾക്കൊന്നും ഒരർത്ഥമില്ല എന്നാണ് പറയുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവ് കർത്താവ് നിനക്കായി നൽകുന്നത്. അതാണ് കർത്താവ് ഇങ്ങനെ ജീവിക്കുമ്പോൾ നൽകുന്ന സമ്മാനങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകും. നിന്നെ ഒരിക്കലും ഞാൻ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നിൽ ജീവിക്കും, നീ എന്നിലുമായിരിക്കും, നിനക്ക് പല ദൈവിക രഹസ്യങ്ങളും ഞാൻ വെളിപ്പെടും. അങ്ങനെ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ആ ആനന്ദത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കേണ്ട സമയമാണിത്. നമ്മുടെ തമ്പുരാൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വിശ്വാസത്തോടും സ്നേഹത്തോടും ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ തമ്പുരാനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയുടെ നേതാവും നേതൃത്വം നൽകുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്നേഹമാണ് ഏറ്റവും ഉയർന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടാവണം. അത് ഞങ്ങളുടെ രാഷ്ട്ര നേതാക്കന്മാർക്ക് അധികമായി നൽകുകയും പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിലൂടെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന സഹായകരായി മാറുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നോ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ലവനായ ദൈവമേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടും രാജ്യവും ലോകം മുഴുവനും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപകർച്ചവ്യാധിയുടെ വിപത്തിൽ നിന്നും
ഞങ്ങളേവരെയും രക്ഷിക്കണമേ. കരുണയോടെ നോക്കണമേ. കർത്താവെ, ഒന്നും ചെയ്യാൻ കഴിയാതെ വിദേശങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം നീട്ടി ഏവരെയും സുഖപ്പെടുത്തണമേ. ഏവരെയും നാട്ടിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമേ. എല്ലാറ്റിനുപരിയായി ഈ ഒരു മഹാവിപത്തിൽ നിന്നും ഈ ഭൂമുഖത്തെ രക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ സ്നേഹം അടിസ്ഥാനമായിരിക്കുവാനുള്ള കൃപ നൽകണമേ. മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുവാനും മക്കൾക്ക് മാതൃകയായി ജീവിക്കുവാനും ചെയ്യുമ്പോൾ കുട്ടികളും അതേപോലെ സ്നേഹപൂർവ്വം പെരുമാറുവാനുള്ള അനുഗ്രഹവും ലഭ്യമാകുന്നു. നല്ല ദൈവമേ, സ്നേഹത്തിൽ വളരുവാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും സമൃദ്ധമായി നൽകി എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്നും അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഇവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും സ്നേഹത്തിൽ നയിക്കുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്നേഹമെന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഞങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കുവാൻ വേണ്ട പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുപ്പാത്തികൾ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. ഇവയെല്ലാം അങ്ങേക്ക് ഇഷ്ടമുള്ളതായി തീരുകയും സ്വീകരിക്കുകയും ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. സർവസൃഷ്ടികളുടെയും നാഥനായ വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ അവതാരിതനാണല്ലോ ഞങ്ങൾക്ക് ആത്മീയപാനീയമായി തീരുവാനുള്ള സർവസൃഷ്ടികളുടെയും നാഥനായ വാഴ്ത്തപ്പെടട്ടെ. ദൈവം വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, എളിമയുടെ രീതിയും അനുദപിക്കുന്ന ഹൃദയമുള്ള ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളുടെ ബലി അങ്ങേക്ക് പ്രീതികരമായി തീരുമാറാകട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ടോ അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ചിതവും ന്യായവുമത്രേ. കർത്താവേ,
എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയിർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖാവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്കു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു.
എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ ക്രിസ്തുവന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പീറ്റർ ബീർമെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഉറപ്പിക്കാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ എൻ്റെ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. കാണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതികളുടെ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും ഈ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും
ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ രക്ഷിത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. രക്തങ്ങളുടെ സ്വീകരിക്ക് സൃഷ്ടിക്കും കാരണമാകാതെ ഈ കാര്യം തലമുക്ക് മനസ്സിലും ശരീരത്തിന് സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാനം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സ്നേഹമായി
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹാരഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർത്തമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ആശീർവാദത്തിനായി നമുക്ക് തലചായ്ച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതൻ്റെ ഉത്ഥാനം വഴി വീണ്ടെടുപ്പിൻ്റെയും ദത്തെടുപ്പിൻ്റെയും ദാനം ഞങ്ങൾക്ക് നൽകാൻ കനിവുണ്ടായ ദൈവം തൻ്റെ കൃപയാൽ ആനന്ദഭരിതരാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കൃതിയാൽ നിത്യമവകാശത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്ഥാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നുചേരാൻ യോഗ്യരായി തീരുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി.